ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഫിൻസ് ലൈഫ് സ്റ്റൈൽ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ സാനിറ്റൈസർ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സാനിറ്റൈസർ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വേണ്ടത് സ്പിരിറ്റാണ്. അപ്പോൾ സ്പിരിറ്റ് നമുക്ക് വ്യാവസായികമായി കിട്ടുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ്. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റോറുകളിൽ ഈ സാധനം മെയിനായിട്ട് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ ഉപകരണങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിറ്റ് സാധാരണമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ വിൽക്കുന്നത്. ഇത് 100 ml ഒരു ബോട്ടിലാണ്. ഏകദേശം 40 രൂപ വിലയുള്ള ഒരു ബോട്ടിലാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എക്സ്റ്റേണൽ യൂസിനായിട്ടുള്ളതാണ്. അല്ലാതെ 40 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് കരുതിയിട്ട് ആരും അകത്താക്കാൻ ശ്രമിക്കരുത്. വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ കാരണമാകും. അപ്പോൾ ഇതിനകത്ത് 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്പിരിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് അലവേരയാണ്. കച്ചാർ വാഴ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അലവേര എന്ന് പൊതുവെ അറിയപ്പെടുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ അലവേര ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പുറംതൊലി നമുക്ക് ആവശ്യമില്ല. ആദ്യമായിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്തുള്ള ആ ജെൽ ഫോമിലുള്ള ആ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സൈഡെല്ലാം കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാം. കാര്യം ഇത് കുറച്ച് വഴുവഴുപ്പുള്ള ഇതായതുകൊണ്ട് നമുക്കിത് വെട്ടി ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും വലിയ പാടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കാൻ പാടില്ല, അത് തെന്നിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡായിട്ട് വീഡിയോ കാണിക്കാം. നമ്മൾ ഈ അലവേര എടുത്തത് ഈ സാനിറ്റൈസറിന് ഒരു ജെൽ ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൽ ഫോം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന സാനിറ്റൈസറിന് ജെൽ ഫോമിലായിരിക്കും കിട്ടുന്നത്. ഏകദേശം ഒരു ജെല്ല് പോലെ ഇരിക്കും. നമ്മളെ കയ്യിലിട്ടത് റബ്ബ് ചെയ്യുന്ന ഉടനെ തന്നെ അത് വേപ്പറായി മാറും. പക്ഷേ നമുക്ക് ഇവിടെ ജെൽ ഫോമിലാക്കാൻ സാധിക്കത്തില്ല. കാര്യം ജെൽ ഫോം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് പ്രോസസ്സിങ് വേറെയാണ്. ഈ അലവേര അല്ലാന്നുണ്ടെങ്കിൽ കറ്റാർ വാഴ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം മനുഷ്യർക്ക് കിട്ടിയ ഒരു അനുഗ്രഹീതമായ ഒരു ചെടിയാണ് ഈ കറ്റാർ വാഴ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല പാക്കുകളിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജെല്ലെടുത്ത് തേക്കാറുണ്ട്. മുടി കൊഴിച്ചിലിന്, അങ്ങനെ എണ്ണ കാച്ചാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾക്ക് തരുന്ന ഒരു ചെടി തന്നെയാണ് ഈ അലവേര എന്നുള്ളത്. ഈ അലോവേറ ജെൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അലോവേറ ജെൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഉടച്ച് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. അതായത് ഇതിനകത്തുള്ള ആ ജെൽ ഫോമിൽ, അതായത് വെള്ളം, ഇതിനകത്തുള്ള വെള്ളം ജെല്ലായിട്ട് കിട്ടില്ല, വെള്ളമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് വാഷ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളിതിന് ആ ജെൽ ഫോമിലുള്ള ആ ഭാഗം മാത്രം എടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോവേറയ്ക്ക് ഒരു ബാഡ് സ്മെല്ലുണ്ട്. അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകുന്നത്. കഴുകി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു മണവും ഉണ്ടാകത്തില്ല. പിന്നെ മറ്റു അലോവേറയുടെ മണം എന്നും പറഞ്ഞിട്ടൊക്കെ നമ്മൾ ജെല്ലുകളിൽ വാങ്ങാൻ കിട്ടുന്ന അതൊക്കെ ആഡ് ചെയ്യുന്ന മണങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കും. ഇത് അത്രത്തോളം ആയിട്ടില്ല. മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് ജ്യൂസ് പരുവത്തിലെടുത്തതിന് ശേഷം അരിച്ചുകൂടെ എടുക്കാം. അടുത്തായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കുന്നില്ല. നമ്മൾ തൈരൊക്കെ കടയാൻ ഉപയോഗിക്കുന്നിട്ടുള്ള ഈ യന്ത്രം ഉണ്ടല്ലോ, യന്ത്രത്തിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം സാധാരണ മുട്ട ഓംലെറ്റ് അടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്, കണ്ടിട്ടുണ്ടോ, എല്ലാവർക്കും അറിയാൻ സാധിക്കും. എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല. അപ്പോൾ ഇത് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാൻ, വളരെ വേഗം ജോലി തീരും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം എടുത്തു മിക്സ് ചെയ്യാനായിട്ട്.
ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു വലിയ അരിപ്പാണ്, വലിയ ടൈപ്പ് അരിപ്പാണ്. നമ്മൾ ചായ അരിക്കുന്ന ടൈപ്പ് അരിപ്പ്. അതിനകത്തൊക്കെ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആ ജെല്ല് താഴോട്ട് വരത്തുള്ളൂ. അത്രയും തിക്കായിട്ടുള്ള സാധനമായതുകൊണ്ട് ഒരുവിധം വലിയ അരിപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ മാവ് അരിക്കുന്ന അരിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ട്രൈക്കുള്ളിൽ അരിപ്പിട്ടതിന് ശേഷം വെച്ചാലും ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുള്ള വെള്ളം വെളിയിലോട്ട് കിട്ടും, വളരെ വേഗം കിട്ടും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, എങ്കിലേ അത് ഫുള്ളായിട്ട് വരത്തുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ആയതുകൊണ്ട് വളരെ തുള്ളിയായിട്ട് പയ്യെ വളരെ സാവധാനത്തിൽ മാത്രമേ അത് വീഴത്തുള്ളൂ. ഈ ലിക്വിഡിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അലോവേറ ജെല്ലാണ്. അപ്പോൾ ഈ അലോവേറ ജെല്ല് ഇത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മണമുണ്ട്. അപ്പം അവർ ആഡ് ചെയ്തിട്ടുള്ളൊരു മണമുണ്ട്. ആ മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഈ ജെല്ല് ആഡ് ചെയ്യുന്നത്. ഇത് ആവശ്യമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, മണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇത് ഇല്ലാതെ നമുക്കിത് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി നമ്മളൊരു ജെല്ല് ഇതിനകത്തേക്ക് ഉപയോഗിക്കണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. ഇതിപ്പം ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ഇതിനേക്ക് ഇത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി സ്പ്രേയോ നമ്മൾ ഫോഗ് പോലുള്ള ബോഡി സ്പ്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇതിലേക്ക് സ്പ്രേ ചെയ്താലും അതിൻ്റെ മണം നമുക്ക് ഇതിൽ കിട്ടും. അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഏകദേശം 27 രൂപ വിലയേ ഉള്ളൂ. ഈ ഒരു 10 എണ്ണത്തിനായിട്ട് 27 രൂപ വിലയേ ഉള്ളൂ. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ, അതായത് സ്കിന്നിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അറിയാമല്ലോ, നമ്മളിപ്പം യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറുണ്ട്, മുഖത്തിന് വെളുപ്പ് നിറം കിട്ടാനും കരിവളയം മാറ്റാനൊക്കെ ആയിട്ട് ഈ വിറ്റമിൻ ഇയുടെ ട്യൂബിൽ നിന്ന് വരുന്ന ആ ഫോം നമ്മളെടുത്ത് മുഖത്ത് തേക്കുകയോ ചുണ്ടിൽ തേച്ചാൽ ചുണ്ടിൽ നല്ല ചുവപ്പ് കളറും. പക്ഷേ വെയിൽ കൊള്ളാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ ഇ നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല. പോരാതെ തന്നെ നമുക്ക് ഈ സ്പിരിറ്റ് കൊണ്ട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഈ വിറ്റമിൻ ഇ നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് ഒന്ന് പൊട്ടിച്ചിട്ട് അതിനുള്ളിലുള്ള ആ ഫോം വിറ്റമിൻ ഇ സിറപ്പ് അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം വൈറ്റമിൻ ഇ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് ഇതിൻ്റെ മേളിൽ ഒരു എണ്ണ പോലെ ഇതിൻ്റെ മേളിൽ കിടക്കുകയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതുമായിട്ട് ആഡ് ആയിക്കോളും. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളെല്ലാം ഓംലെറ്റൊക്കെ അടിക്കുമ്പോൾ മുട്ട അടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സ്പിരിറ്റ് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. 100 ml സ്പിരിറ്റാണ്. ഏകദേശം 100 ml തന്നെയാണ്. 150 ml ഉണ്ട് നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡ്. അതിനുള്ളിലേക്ക് 100 ml സ്പിരിറ്റ് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ സ്പിരിറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ 70% ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പിരിറ്റ് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ഒരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് വോഡ്ക ഉപയോഗിച്ചൂടെ എന്ന് സംശയിക്കാം. വോഡ്കയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ആൽക്കഹോളേ അടങ്ങിയിട്ടുള്ളൂ. അതിൽ കൂടാതെ നമ്മൾ ഈ ലിക്വിഡൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞു വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പിരിറ്റ് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്പിരിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു നല്ലവണ്ണം തന്നെ ഫലപ്രദമായിരിക്കും. അതുകൊണ്ടാണ് സ്പിരിറ്റ് എടുത്തിരിക്കുന്നത്. ആൽക്കഹോൾ അതായത് നമ്മുടെ വോഡ്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമാണ് എന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കൊറോണ വൈറസിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ കൊറോണ വൈറസിനെ എത്രത്തോളം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വാഷ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റും എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു അറിവില്ല. എങ്കിൽ പോലും ഒരു സാനിറ്റൈസറിന് ആവശ്യമായിട്ടുള്ള ആൽക്കഹോളൊക്കെ അളവ് ഇതിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്.
അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇതിങ്ങനെ ഓപ്പണായിട്ട് വെക്കാൻ പാടില്ല. ഓപ്പണായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്പിരിറ്റ് ഫുള്ളായിട്ട് നമുക്ക് വേപ്പറായി പോകാൻ ചാൻസ് അല്ല, വേപ്പറായി തന്നെ പോകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമ്മളതിനെ ഒരു ബോട്ടിലേക്ക് അടച്ചു വെക്കുക. അതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഓയിൽ ക്യാനാണ്. തയ്യൽ മെഷീനിലും അതിലൊക്കെ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു 8 രൂപ വിലയുള്ള ക്യാനാണ്. ആ ക്യാനിലേക്കാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത്. ഇത് ഏകദേശം ഒരു 150 ml നമുക്കതിൽ കൊള്ളും. അടുത്തായിട്ട് ഒരു കാലിയായ ഡെറ്റോളിൻ്റെ കുപ്പിയിലാണ് ബാക്കി ഒഴിച്ചു വയ്ക്കുന്നത്. കാലിയായ സാനിറ്റൈസർ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ചെറിയ ബോട്ടിലുകളിലോ അല്ലെങ്കിൽ കടയിൽ നമുക്ക് ചെറിയ ചെറിയ സ്പ്രേ ബോട്ടിൽസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിലൊക്കെ നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ സാനിറ്റൈസർ നമ്മൾ എല്ലാ ബോട്ടിലും നിറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ അലവേര ആണ് എടുത്തിരുന്നത്. അലവേര അല്ലാതെ തന്നെ നമുക്ക് കുക്കുംബറിലും ചെയ്യാം. കുക്കുംബർ ഇതേപോലെ ജ്യൂസ് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്പിരിറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിനെന്തെങ്കിലും മണത്തിന് വേണ്ടിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ സാനിറ്റൈസർ ഉണ്ടാക്കിയിടും. കുക്കുംബറിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലുള്ള അതായത് സാനിറ്റൈസർ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് കൈ വൃത്തിയാക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സാനിറ്റൈസർ വീട്ടിൽ തന്നെ നിർമ്മിക്കുക. ഇതിപ്പോൾ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാനിറ്റൈസർ അവൈലബിൾ ആയിട്ട് ഇല്ല, വളരെ കുറവാണ്. പോരാത്തതിന് 50 ml 95 രൂപയൊക്കെ വിലയാണ്. അപ്പോൾ 40 രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.